ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. അരുൺ അനിരുദ്ധൻ ആദ്യമായി സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പുതിയ മലയാള ചലച്ചിത്രമാണ് അതിരടി. ഒരു പക്ക ആക്ഷൻ കോമഡി എന്റർടൈനിങ് പടം, വേറെ ലെവൽ സാധനം. അരുൺ അനിരുദ്ധൻ മിന്നൽ മുരളി സിനിമയുടെ റൈറ്ററും കൂടെയാണ്. ആൻഡ് അതിൻ്റെതായ എല്ലാ ക്വാളിറ്റിയും ഈ സിനിമയിൽ കാണാനുമുണ്ട്. ആൻഡ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് ആൻഡ് ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ് ആണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റിന്റെ ആ ഒരു ലോഗോ കാണിക്കുമ്പോൾ തന്നെ ഒരു കോമഡിയാണ്. ബേസിലിന്റെ ആ ഒരു ട്രേഡ് മാർക്ക് ചിരിയോടുകൂടിയുള്ള ഒരു ലോഗോയാണ് കാണിക്കുന്നത്. സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഇടയ്ക്ക് ഇത്രയും എൻജോയ് ചെയ്ത് എൻഗേജിങ് ആയിട്ടൊരു സിനിമ കണ്ടില്ല. ഈ സിനിമ മുഴുവൻ പക്ക ക്രാഫ്റ്റ് പടമാണ്, വേറെ ലെവൽ സാധനം. ടോവിനോ, ബേസിൽ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, ഞാൻ ഇതിലൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഇപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റിലെ സിനിമയിലെ ഒരു നായകൻ കൂടെ ഈ സിനിമയിലുണ്ട്. ആരെന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കി എടുത്തോളാം. ആൻഡ് ആ ഒരു സർപ്രൈസിങ് ക്യാമിയോ ഒക്കെ കണ്ട് തിയേറ്റർ അമ്മാനമാടുകയായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. ഈ സിനിമ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് പറയുന്നത് ഒരു കോളേജ് ഫെസ്റ്റ് നടക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊല, അതായത് ഒരു ഇൻസിഡൻ്റ് ആണ്, ഒരു ആക്സിഡൻ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ആ ഒരു കോളേജിൽ ഫെസ്റ്റ് നടക്കുന്നില്ല, ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് വരുന്ന ആളായിട്ട് ബേസിൽ അത് ചെയ്യുകയാണ്. അത് അവർ ആ ഒരു എൻഗേജ്മെൻറ്റ് കൊണ്ടുവരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീൻസ് എല്ലാം വളരെ റിലേറ്റബിൾ ആയിട്ട് കൊണ്ടുവരുന്നു. അതായത് ബേസിലിൻ്റെ ചേട്ടനാണ്, അതായത് വിഷ്ണു അഗസ്ത്യ, ഈ റൈഫിൾ ക്ലബ്ബ് സിനിമയിലൊക്കെ ഉള്ള പുള്ളിയാണ്. പുള്ളിക്ക് കുറേ ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. സത്യം അത് അറ്റാച്ച്ഡ് ആയിരുന്നു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വിഷ്ണു അഗസ്ത്യ. വേറെ ലെവൽ ബേസിൽ ജോസഫിന്റെ ചേട്ടനായിട്ട് അഭിനയിച്ചാണ്. അപ്പോൾ സെയിം കോളേജിലാണ് ബേസിലും ചേരാൻ പോകുന്നത്. ആ തുടക്കമൊക്കെ കോമഡിയാണ്, നല്ല കോമഡി, കിടിലൻ കോമഡി. ബേസിലും ആൻഡ് ശാന്തിയുള്ള ദിനേശൊക്കെ ഉണ്ട്, ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ RJ ഷെൽവിനൊക്കെ കൂടെ ബേസിലിന്റെ കൂടെയൊക്കെ ഉണ്ട്, ആൻഡ് റിയ ഷിബുവും. ബേസിലിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കിടിലൻ വൈബ് ക്യാരക്ടറാണ്, കോമഡി. ഓ എന്തടാ ബേസിൽ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടുന്നത്, കിട്ടിലനായിട്ട് ആ വേഷം അത് ബേസിലിനെ ചെയ്യാൻ പറ്റും. സിമ്പിൾ റോളാണ്, ബേസിൽ നന്നായിട്ട് കിട്ടിലനായിട്ട് അത് ബോറടിപ്പിക്കാതെ കിട്ടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ടോവിനോ തൂക്കി എന്നല്ലാതെ വേറെ പറയാനൊന്നുമില്ല. ടോവിനോ തൂക്കി അടിച്ച്. ടോവിനോ ഇതിൽ തോട്ട കുട്ടൻ എന്ന് പറഞ്ഞൊരു ഗുണ്ടയുടെ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. അപ്പോൾ ടോവിനോയെ കാണിക്കുന്ന ഇൻട്രോ ആവട്ടെ മാസ്, ടോവിനോയുടെ ഫൈറ്റ് ആവട്ടെ മാസ്, ടോവിനോയുടെ ഒരു ദേഷ്യങ്ങളാവട്ടെ മാസ്. ടോവിനോയെ ഒരു ദേഷ്യപ്പെട്ട ഒരു മാസ് അപ്പീൽ ഇത്രയും നന്നായിട്ട് കാണുന്നത് ഈ സിനിമയിലാണ്. ടു ബി ഓണസ്റ്റ്, ടോവിനോയെ കിട്ടിലനായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ടോവിനോ കാണിച്ചത്? ഒരു ഗുണ്ട വേഷം, ഒരു തോട്ട കുട്ടൻ, ആ ഒരു ബിൽഡപ്പ്. ടോവിനോക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് കൊടുക്കുന്ന ബിൽഡപ്പ് ഒക്കെ ഉണ്ട്, അതൊക്കെ വളരെ നൈസായിട്ട് തോന്നി, കിട്ടിലനായിട്ട്. പിന്നെ വിഷ്ണു വിജയുടെ മ്യൂസിക് എന്ന് പറയുന്നത് എൻ്റെ സാറേ എന്തോന്ന് മ്യൂസിക്കടാ, എല്ലാം അടിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് മ്യൂസിക്കൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം മലയാളത്തിൽ വിഷ്ണു വിജയ് ഒരു വെറൈറ്റി ഒരാളാണ്. വിഷ്ണു വിജയുടെ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഞാൻ തിയേറ്ററിൽ എന്ത് മ്യൂസിക്കടാ. കാരണം ഇതിലൊരു പ്രീ ഇൻ്റർവെൽ സീനും പ്രീ ക്ലൈമാക്സ് സീനും ഒരു 32 മിനിറ്റോളം വരുന്ന 2 സെക്ഷനുണ്ട്, പ്രീ ഇൻ്റർവെല്ലും പ്രീ ക്ലൈമാക്സ്. അതൊരു ലോങ് സീൻസ് ആണ്. ആ സീൻസ് ആ ഡയറക്ടർ എക്സിക്യൂട്ട് ചെയ്ത വിധം, ആ ഒരു ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലം, അത് അവിടെ മാനേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്, അവിടെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നു, ആ ഫൈറ്റ് റിവൽസ് ആക്കുന്നു, ആ ഫൈറ്റിന് അവർക്ക് ദേഷ്യം ഉണ്ടാക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഇൻ്റർവെല്ലിനെ ഒരു കണക്റ്റ് ആയിട്ട് ഒരു മാസ് ഇൻ്റർവെല്ലിൽ എത്തിക്കുന്നു. ആ സിറ്റുവേഷൻ ഒരു പക്കയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഇൻ്റർവെല്ലിന് മുമ്പുള്ള ആ സീൻ അത് ആ സീനിലെ വിഷ്ണു വിജയുടെ മ്യൂസിക്കും ബേസിൽ ജോസഫ്, ടോവിനോ തോമസിന്റെ ആക്ടിങ്ങും അതുമായിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് ഒരു 2 റാലി വരികയാണ്, ആ റാലിക്ക് നടുവിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ. ടോവിനോ ആ ഇൻ്റർവെല്ലിൽ എന്തോന്ന് മാസടാ കാണിച്ചു വെച്ചിരിക്കുന്നത്. ടോവിനോ സത്യം ഞാൻ ടോവിനോയിൽ ഇത്രയും പ്രതീക്ഷിച്ചേയില്ല. കിട്ടിലനായിട്ട് ചെയ്തിട്ടുണ്ട് ടോവിനോ, വേറെ ലെവൽ. അതിനൊരു ഇൻ്റർവെല്ലിൽ തന്നെ ഒരു പീക്കിൽ വെച്ചിട്ടാണ് പോകുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ശ്രീനിവാസന് ആൻഡ് ഷാൻ റഹ്മാനും ഈ സിനിമയിലുണ്ട്. ഷാൻ റഹ്മാനും ശ്രീനിവാസനുമുള്ള ആ ഒരു കോംബോ സീൻസ്, അവരുമായിട്ട് തമ്മിൽ ആ റിലേറ്റബിൾ കോമഡി സീൻസ്, അതുമായിട്ട് ഒരുപാട് ചിരിക്കാനുണ്ട്, ഒരുപാട്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു ഇമോഷൻസ് ഒക്കെ ഒരു വെറുപ്പിക്കാതെ അല്ലെങ്കിൽ ചലിപ്പിക്കാതെ ആ ഒരു പാട്ട് അതിൻ്റെ ഇടയിൽ ഇട്ടാൽ ആ ഇമോഷണൽ ബീജമൊക്കെ ഇട്ട് കിട്ടിലനായിട്ട് സൂപ്പറായിട്ട് അവർ ബ്ലെൻഡ് ചെയ്ത്
ആ ഇമോഷൻസ് ഞാൻ പറഞ്ഞ അതാണ്, അതൊരു ബോറടിക്കൊന്നുമില്ല. ഇമോഷൻസ് ഒക്കെ നല്ല ഒരു കണക്ട് ചെയ്ത് ആ ഇമോഷൻസ് വന്നിട്ടുണ്ട്. ആൻഡ് റിയാഷിബു എന്തൊരു ക്യൂട്ടാ സിനിമയിൽ, സത്യം പറയല്ല ക്യൂട്ട്. അതായത് റിയാഷിബു നിങ്ങൾക്ക് അറിയാം, നിവിൻ പോളിയുടെ സർവ്വമായയിലെ ഡെലുലു ക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ക്യൂട്ട് ഉള്ളത് പറയാല്. റിയാഷിബും ബേസിലുമായിട്ടുള്ള ആ ഒരു കോംബോ സീൻസും ഒരു ചെറിയ ലവ് സീൻസ് ഒക്കെ കാണുമ്പോൾ സത്യം ഒരു പ്രണയിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ആ പടത്തിൽ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മൊത്തത്തിൽ സൂപ്പർ പടം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാക്കേജ്. ഇനി നാളെ കറുപ്പ് സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് സൂര്യയുടെ. സത്യം പറഞ്ഞാൽ സൂര്യയുടെ പടത്തിന് റിവ്യൂ മോശം വരുന്നെങ്കിൽ അന്ന് തന്നെ ആ ഷോയോടെ തന്നെ സൂര്യയുടെ പടം മാറ്റാൻ സാധ്യത കൂടുതലാണ്. കാരണം അതിരടി അമ്മാതിരി അടിയാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ക്ലൈമാക്സും ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പ്രീ ഇൻട്രോയിന് മുമ്പോള് ക്ലൈമാക്സിന് പ്രീ ക്ലൈമാക്സിലുള്ള ഒരു 30 മിനിറ്റോളം വരുന്നുണ്ട്. ആ ക്ലൈമാക്സിൽ ആ ഒരു ഫെസ്റ്റ് എങ്ങനെയാടാ അത്രയും കൂട്ടത്തിൽ അത്രയും ഒരു ക്രൗഡ് വരുന്ന സമയത്ത്, അത് കോളേജ് പരിപാടിയാണ്, ആ ഫെസ്റ്റിൽ ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്യുക, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കുറെ ഫൈറ്റ് വരിക, കുറെ ക്യാറ്റ് ആൻഡ് മൗസ് കളി വരിക, അതിൻ്റെ ഇടയിൽ എഞ്ചിനീയേഴ്സ് ആണ് ഇവർ, എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് പരിപാടിയിലുള്ള കുറെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് അവർ അവിടെ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ ആൻഡ് എഞ്ചിനീയറിംഗ് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. കിഡിലനാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. കിഡിലൻ എന്റർടൈനർ, ഒരു പക്ക കംപ്ലീറ്റ് ഫീസ്റ്റ് എന്റർടൈനർ തന്നെയാണ് അതിരടി, അതിൽ വേറെ സംശയമൊന്നുമില്ല. ബേസിൽ ജോസഫ് ആ തുടക്കത്തിൽ തന്നെ ഒരു കഥ പറയും. ബേസിൽ ജോസഫ് എന്തുകൊണ്ടാണ് നിനക്ക് എഞ്ചിനീയർ ആയ ഈ കോളേജിൽ തന്നെ പഠിക്കാൻ പറഞ്ഞെന്ന് തോന്നിയപ്പോൾ ബേസിൽ ഒരു കഥ പറയും. സാർ, അത് ഈ 2 മേശരിമാർ ചേർന്ന് ചാന്തൊക്കെ കുഴച്ച് എനിക്ക് അത് കഴിക്കാൻ തോന്നും. അങ്ങനെ അത് പറയുമ്പോഴത്തേന് ചിരിയാണ്, തിയേറ്റർ മുഴുവനും മൊത്തം ചിരിയാണ്. ആ സത്യം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്താൽ ഇമോഷൻസ് വർക്കൗട്ടായി, കോമഡീസ് വർക്കൗട്ടായി. ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറെ റിലേറ്റബിൾ സീൻസ് ഒക്കെ ഉണ്ട്. നിവിൻ പോളിയുടെ പേരൊക്കെ വരുന്നുണ്ട് സിനിമയിൽ, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ആൻഡ് വിനീത് ശ്രീനിവാസന്റെ ആ ഒരു സിറ്റുവേഷനിൽ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതൊക്കെ വന്ന് അവർ എക്സിക്യൂട്ട് ചെയ്ത വിധം. അല്ല അതിൻ്റെ ഇടയിൽ ടോവിനോടെ കത്തിക്കാറല്ല, ടോവിനോ എന്തൊക്കെയാടാ കാണിച്ചു. ഒരു സിമ്പിൾ ഗുണ്ട, പക്ഷെ ഒരു വൻ പാസ്റ്റ് ഉള്ള ഒരു ഗുണ്ട. അതായത് ആ പോലീസ് തന്നെ പറയും നിനക്കൊന്നും അവനെ അറിഞ്ഞുകൂടാ. അത് ചില സമയങ്ങളിൽ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ബോറായിട്ട് തോന്നും, ചിലപ്പം എന്തിനാണ് ഇത്രയും തള്ളൊക്കെ. പക്ഷെ അത് ഒരു ആപ്റ്റായിട്ട് നമുക്ക് തോന്നി. ടോവിനോ കാരണം ടോവിനോയെ ഒരു ഇന്റർവെല്ലിന്റെ സമയത്ത് തന്നെ ഈ കോളേജ് പിള്ളേരൊക്കെ ഇടിക്കണ സീനുണ്ട്. അപ്പോൾ ടോവിനോക്ക് ദേഷ്യം വരും. പക്ഷെ ഒരു പാസ്റ്റ് കൊണ്ട് കുടുംബമായിട്ട് നടക്കണ, ഇനി ഒരു പ്രശ്നമൊന്നും വേണ്ടാന്ന് ടോവിനോ ഇടിക്കാതെയൊക്കെ പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ടോവിനോ എല്ലാവരും കളിയാക്കും. ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ ടോവിനോക്ക് പ്രാന്താവും, പിരിവിടും. അപ്പോൾ ടോവിനോട് ഒരു ബാക്ക് ഇൻട്രോ ഉണ്ട്, ഒരു സ്ലോ മോഷനില്ല. അതോടെ വിഷ്ണു വിജയുടെ ഒരു കത്തിക്കലുണ്ട്. ഈ പ്രീ ഇൻട്രോയിലും ഈ പ്രീ ക്ലൈമാക്സിലും വിഷ്ണു വിജയുടെ മ്യൂസിക് അപാരം. ആ സിനിമയെ എലവേറ്റ് ചെയ്യാൻ, ആ ഒരു സീക്വൻസിനെ എലവേറ്റ് ചെയ്യാൻ വിഷ്ണു വിജയുടെ ആ മ്യൂസിക് ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. കുറേ BGM എടുത്ത് അടിച്ച് വിട്ടിട്ടുണ്ട്, ഒരു രക്ഷയില്ലാതെ. അതെല്ലാം കറക്റ്റായിട്ട് ബ്ലെൻഡായി സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ ആ തുടക്കത്തിൽ തന്നെ ദർശന രാജേന്ദ്രനും ഇത് ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു അഗസ്ത്യ ബേസിലെ ചേട്ടനുമായിട്ട് പ്രണയമാണ്. അവരുടെ കോളേജ് ടൈമിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടക്കും. ആ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആൾക്കാരൊക്കെ വരുമ്പോൾ ഇൻസിഡന്റിലായിട്ട് 3 സ്റ്റുഡൻസ് മരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ആ കോളേജിൽ പരിപാടിയൊന്നും നടത്തുന്നില്ല. അപ്പം ബേസിൽ ആ കോളേജിൽ തന്നെ ഒന്ന് പഠിക്കുകയാണ്. അപ്പം ബേസിലെ ചേട്ടൻ ഇതുമായിട്ട് ഒരു മെന്റൽ ട്രോമയിലൊക്കെ ആയി. അപ്പോൾ ഒരു നാടൊക്കെ വിട്ട് അങ്ങനെ ആരോട് സംസാരമൊന്നും ഇല്ലാതെ. അപ്പോൾ ബേസിലെ ചേട്ടനെ ഒന്ന് റെഡിയാക്കണമെന്നൊക്കെ പറഞ്ഞ് ബേസിൽ ഈ ഫെസ്റ്റ് എങ്ങനെയെങ്കിലും നടത്തി അടങ്ങുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ടോവിനോയുമായിട്ടുള്ള സമ്പ്രദായങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള റിയാഷിബുവിൻ്റെ ചേട്ടനായിട്ടായിരിക്കും വരുന്നത് ടോവിനോ, അങ്ങനെ ആയിരിക്കും ബേസിൽ അടിയിട്ടുന്നത്. ബട്ട് അപ്പാടെ മാറ്റി വേറെ ആയിട്ടാണ് വരുന്നത് സിനിമയിൽ. മൊത്തത്തിൽ ഫസ്റ്റ് സെക്കൻഡ് തൊട്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ പടം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതായത് തുടക്കം പടത്തിന്റെ ആ ഒരു കണ്ടന്റ് അവർ പറയാണ് ഇങ്ങനത്തെ സംഭവം ആയതുകൊണ്ടാണ് ഫെസ്റ്റ് ഇനി നടക്കാത്തത്. അപ്പൊ അതുമായിട്ട് ഇനി എങ്ങനെ ഫെസ്റ്റ് നടക്കാന്ന് പറഞ്ഞ് കോളേജുകാർ ഒരുപാട് ടൈം സമ്മതിക്കൂല, ഇനി വേണ്ട. പിന്നെ അവസാനം വിനീത് ശ്രീനിവാസനെ പരിപാടിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൺവിൻസ് ചെയ്താണ് കൊണ്ടുവരണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടയിൽ ഷാൻ റഹ്മാൻ ഒന്ന് പെടുന്നു. അങ്ങനെ കുറെ കൊളാബ് ചെയ്ത് നല്ല മാസ്റ്ററിങ്ങും വിനീത് ശ്രീനിവാസും ടോവിനോയും എല്ലാവരും ഉള്ള ഒരുപാട് കോമഡീസും കാര്യങ്ങളും. അതിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, വിനീത് ശ്രീനിവാസനെ ടൊവിനോ തോമസ് കടത്തിക്കൊണ്ടുവരുമ്പോൾ ടൊവിനോ തോമസിന്റെ വീട്ടിൽ ഒരു അച്ഛൻ ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ആരടാ അത് ശ്രീനിവാസന്റെ മോന.
ഇപ്പൊ മറ്റേ ഇന്റർവ്യൂ കൊടുക്കുന്ന ചെറുക്കനാണോടാ, അല്ല ഇത് മൂത്തവനാ, അവനെ കൊണ്ടൊന്നും കൊള്ളൂല എന്നൊക്കെ പറയുന്ന ഒരു റിലേറ്റബിൾ കോമഡി സീൻസും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. ആൻഡ് ബേസിൽ ചോദിക്കുന്നുണ്ട്, വിനീത് ചേട്ടാ എങ്ങനെയെങ്കിലും ഈ പരിപാടിക്ക് വരണം, മലർവാടി ആർട്സ് ക്ലബ്ബ് തുടങ്ങിയപ്പം നിവിൻ പോളിക്ക് കൈ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ സംഭവിക്കുക, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോമഡി ആയിട്ടൊക്കെ പറഞ്ഞ്, ഒരു റിലേറ്റബിൾ ആയിട്ടൊക്കെ പറഞ്ഞ് എങ്ങനെയും രസിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ സീക്വൻസ് ഉണ്ട്. ആൻഡ് പടത്തിൽ പോകുമ്പോഴാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, വാഴ സിനിമയിലെ ഒരാൾ ഈ സിനിമയിലുണ്ട്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലായി കാണും, പക്ഷെ അത് പറയാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ആ നടന്റെ ആ ഒരു വാഴ കോണ്ടന്റ് ക്രിയേറ്റർ, ആ വാഴ സിനിമയിലെ നായകന്റെ ആ ഒരു റോളുകളും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് റോളാണ്, ബേസിൽ ഒത്ത റോള്. വന്ന് കത്തിച്ചിട്ട് പോയി, വേറെ ഒന്നും പറയാനൊന്നുമില്ല, വന്ന് കത്തിച്ചിട്ട് പോയി. കോമഡിയും ഇത് എനിക്കറിഞ്ഞൂടാ, എന്ത് എല്ലാ കോണ്ടന്റ് ചെയ്യണമല്ലോ, സൂപ്പറായിട്ട് ചെയ്തിട്ട് പോയി. ഞാൻ പടം മൊത്തം ബേസിലെ കൂടെ കുറെ പൈമാരുണ്ടായിരുന്നു. ഈ VQ വ്ളോഗ്സിലെ ആണെന്ന് തോന്നുന്നു ഒരാളുണ്ട് ഈ സിനിമയിൽ, കുറച്ച് റോളേ ഉള്ളൂ. ആൻഡ് ഹൃദയപൂർവ്വം ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം സിനിമയിൽ ഒരു പുള്ളിയുണ്ട്, ഒരു ലാലേട്ടൻ്റെ ബേക്കറിയിൽ ലാലേട്ടൻ്റെ കടയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. അപ്പോൾ ആ പയ്യൻ ഈ സിനിമയിലുണ്ട്. ആ പയ്യന് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷണറി ചേട്ടൻ, സാംബൂട്ടി എന്നാണ് ബേസിൽ എല്ലാവരും വിളിക്കുന്നത്. സാംബൂട്ടി ഒരു വിഷണറി ചേട്ടനാണ്. പിന്നെ ശാന്തിയുള്ള ദിനേശന് ഇടയ്ക്ക് ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പാൻ ഇന്ത്യൻ ബ്രാഞ്ചിൽ നമ്മളെ കാട്ടാക്കട അണ്ണ ഉണ്ട്. കാട്ടാക്കട അണ്ണൻ വന്നിട്ട് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ എവിടെ നിന്നാ പറഞ്ഞതെന്നൊക്കെ കുറേ കോമഡികൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പടം തുടക്കം തൊട്ട് അവസാനം വരെ എനിക്ക് സത്യം പറയാമല്ലോ, ആ ഇൻട്രോയിലും ആ ക്ലൈമാക്സിലും ആ ഒരു 30-20 മിനിറ്റും ആ ഒരു ലോങ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവിടെ ഇടി നടക്കുന്നു, അവിടെ ഒരു ആക്സിഡന്റിലായിട്ട് കാര്യം നടക്കുന്നു, അവിടുത്തെ BGM, ആ സെറ്റിംഗ്, അവിടുത്തെ ഒരു ക്ലിയർ എക്സിക്യൂഷൻ, അവിടുത്തെ ആ ഒരു സ്ഥലങ്ങളുടെ ആ മേക്കിംഗ്, അവിടെ ഇത്രയും ക്രൗഡ് വരുന്നു. ഇത് എങ്ങനെ, അത് സത്യം പറയാൻ ഒരു രീതിയിൽ പാളിപ്പോയാൽ ബോറാകും, പക്ഷെ അത് സൂപ്പറായിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഒരു കോമഡി വരുന്നുണ്ട്. മറ്റേ ഈ ഇതുണ്ടല്ലോ, ഈ സാധനമൊക്കെ ആ സിനിമയിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അല്ലാതെ തന്നെ ഇതിൽ നമ്മളെ ശുഭദിനം, ഒരു കൊച്ചു പയ്യനുണ്ടല്ലോ, ബെഞ്ചമിൻ എന്ന ആ പയ്യൻ്റെ പേര്, ഈ ഇടയ്ക്ക് നമുക്ക് വൈറലായിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, രാവിലെ വന്ന് മോട്ടിവേഷൻ തരുന്ന ആ കൊച്ചു പയ്യൻ, ആ കൊച്ചു പയ്യൻ ഈ സിനിമയിലുണ്ട്. കുറേ കോമഡികളും കുറേ കാര്യങ്ങളും കുറേ റിലേറ്റബിൾ നമ്മൾ കണ്ട ആൾക്കാരൊക്കെ വന്ന് എല്ലാം കൊളാബ് ചെയ്ത് സൂപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കിട്ടില്ലനായിട്ട് ഒരു പക്ക കംപ്ലീറ്റ് എന്റർടൈനർ പടം. കിട്ടില്ല പടം, വേറെ ലെവൽ പടം. സത്യം പറഞ്ഞാൽ കുറെ നാളിന് ശേഷം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു ഇത്. കിട്ടില്ല പടം അതിരടി. മിക്കവാറും കറുപ്പിന്റെ ഇത് റിവ്യൂ മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വല്ലതും വരുവാണെങ്കിൽ കറുപ്പ് തീർന്നെന്ന് വിചാരിച്ചാൽ അതിരടി എല്ലായിടത്തും ഓടും. കിട്ടില്ല പടം.